ഹലോ ഹായ്, നമുക്കൊരു സിമ്പിൾ സാമ്പാർ റെഡിയാക്കിയാലോ? അപ്പോൾ നമുക്ക് നോക്കാം. സിമ്പിൾ സാമ്പാർ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. ഇതാട്ടോ, പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്, അതൊന്ന് നന്നായി ഉപയോഗിക്കണം. കഷ്ണങ്ങൾ തക്കാളി, കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കട്ട് ചെയ്യണം. പിന്നെ വെണ്ടയ്ക്ക, നമുക്ക് ഇഞ്ചി, അത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. വെണ്ടയ്ക്ക ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറാകണവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. സിമ്പിൾ സാമ്പാറാണ് കേട്ടോ, വേഗം 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയ സാമ്പാറാണ്. ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ, സിമ്പിൾ. ഉള്ളി നന്നായി മൂപ്പിച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഉള്ളി അരച്ച സാമ്പാറാണ്. നല്ല മൂത്ത് വന്ന് പൊടി ആഡ് ചെയ്യുക. ഗ്യാസ് കുറച്ച് കമ്മിയാക്കുക. എന്നിട്ട് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, നന്നായിട്ട് എണ്ണയിൽ എന്നിട്ട് ഉള്ളി വയറ്റിന് നന്നായി വയറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് അരപ്പാക്കാൻ നന്നായി അരയ്ക്കണം. നല്ല തിക്നെസ് ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം സബോളയാണ് എടുക്കുന്നത്. സബോള ആയാലും കുഴപ്പമില്ല, നമ്മുടെ വലിയ ഉള്ളി. അപ്പോൾ ഉള്ളി അരച്ച സാമ്പാറിന് കേട്ടോ. കഷ്ണങ്ങളൊക്കെ കൊട്ടി 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. 1.5 സ്പൂണ് ഉപ്പിടണം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കണം. നമ്മളെ കഷ്ണങ്ങളൊക്കെ പരിപ്പൊക്കെ വെന്ത് വന്നു കേട്ടോ. പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഒരു 5 വിസിലടിച്ചാൽ തന്നെ പരിപ്പ് നന്നായി വേവും. നല്ല വേവുള്ളത് കേട്ടോ. വേവില്ലാത്ത ഒരു 3 വിസിലടിച്ചാൽ തന്നെ ആവും. അപ്പോൾ ഞാൻ കഷ്ണം ഇട്ടാൽ വിസിലടിക്കാറില്ല. നമ്മൾ ഉടഞ്ഞു പോയാൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. കഷ്ണം ഇട്ടിട്ട് നമ്മൾ സാധാരണ നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കുക കേട്ടോ. കുക്കർ ഇങ്ങനെ സാധാരണ ഇതിൽ തന്നെ വേവിക്കുക. അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നന്നായി വെന്ത് വരട്ടെ കഷ്ണങ്ങൾ. ചിലവർ പരിപ്പും കഷ്ണങ്ങളൊക്കെ കൂടിയിട്ട് ഒന്നിച്ചിട്ടിട്ട് വിസിലടിക്കും, പക്ഷേ ടേസ്റ്റ് കുറവുണ്ടാകും. നമുക്ക് ഇങ്ങനെ ഓരോരോ സെറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സാമ്പാറിന് നല്ല മണവും ഗുണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ പുളി ഒഴിച്ചിട്ടുണ്ട്. പുളിയൊക്കെ ഒഴിച്ചു. ഇനി നമുക്കിതാ ഏലച്ചിയുടെ കായപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാമ്പാർ പൊടി നന്നായി തിളച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ട് നന്നായി നമ്മൾ തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ മാത്രം സാമ്പാർ പൊടി ഇടുക. എന്നിട്ട് ഇറക്കി വെച്ചിട്ട് നമ്മൾ താളിച്ച് വയ്ക്കുക. കാരണം തിളയ്ക്കുമ്പോൾ സാമ്പാർ പൊടി ഇട്ടാൽ അതിൻ്റെ മണം പോവും, മണം കിട്ടില്ല. നമുക്ക് ഗുണവും മണമൊക്കെ കിട്ടണമെങ്കിൽ ലാസ്റ്റ് ഇടുകയാണ് അത് നല്ലത് കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന ശേഷം പുളി ഒഴിച്ചാൽ നന്നായി തിളയ്ക്കണം. ആ പുളിപ്പ് ഒരു കട്ട് മാറാൻ നന്നായി തിളച്ചിട്ട് നമുക്ക് സാമ്പാർ പൊടിയിട്ട് താളിച്ചൊഴിക്കാം. നമ്മുടെ സിമ്പിൾ സാമ്പാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തതിൻ്റെ ഒപ്പം സപ്പോർട്ട് ചെയ്യണം. ഒപ്പം വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യണം. അതിനോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ബെല്ലൈക്കൺ ഓപ്ഷൻ ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഉടനെ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഓരോ വീഡിയോയ്ക്കും തരുന്ന കരുത്ത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക, സപ്പോർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഓക്കെ. ഇതാട്ടോ സാമ്പാർ പൊടി കൊട്ടിയിട്ടുണ്ട്. നമ്മൾ താളിച്ചിട്ടുണ്ട്.
കരിവേപ്പിൻ്റെ ഇല ഇല്ല കേട്ടോ, അത് കാരണം കരിവേപ്പില വേണ്ടതായിരുന്നു. നന്നായി താളിച്ചു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ തിക്നെസ് സാമ്പാർ റെഡി കേട്ടോ. നല്ല തിക്നെസ് ആയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യണം, മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് അടുത്തത് ചോളകം ഒന്ന് ഉപയോഗിക്കാൻ വയ്ക്കാം. ഇന്നലെ ചോളകം മേടിച്ചതാട്ടോ. അപ്പോൾ ചോളകത്തിൽ നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും. ഹെൽത്തിന് നല്ലതാണല്ലോ ചോളകം. കുട്ടികൾക്ക് മേടിച്ചെടുത്ത ഇന്നലെ വന്നപ്പോൾ മേടിച്ചാട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാത്തിനും മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഒരു സ്പൂണോ 1/4 സ്പൂണൊക്കെ ഇടാം. എന്നിട്ട് നന്നായി അടച്ച് വെച്ച് നമുക്ക് വേവിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ചോളവും കൂടി വേവിക്കുന്നുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി സാമ്പാറും, ഇഡ്ഡലി നല്ല സാമ്പാറും. അപ്പോൾ ഇന്ന് ചോളകം ഉണ്ട് കേട്ടോ. പക്ഷേ ചോളകം നന്നായി വേവിച്ചിട്ട് കൊടുക്കുക കുട്ടികൾക്ക്. അപ്പോൾ കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.